ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ശൂന്യംകാരത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്ന വിഷയം തിരിച്ചറിവ് അഥവാ ഡിസേൺമെൻറ്റ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അവൾ അവളുടെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. മലയാളത്തിൽ കാണുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പെർസീവ് എന്നാണ്. പെർസീവ് എന്നാൽ ഞാൻ ഗ്രഹിക്കുന്നു അഥവാ വിവേചിച്ചറിയുന്നു. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് അവൾ എലീശ പ്രവാചകനെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എലീശ പ്രവാചകൻ ധാരാളം യാത്ര ചെയ്യുന്ന ദൈവപുരുഷനായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണത്തിനും വിശ്രമിക്കുവാനും ശൂനേമിലായിരുന്നു എത്തിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം ശൂനേമിൽ എത്തിയപ്പോഴാണ് എലീശ പ്രവാചകനെ ശൂന്യംകാരത്തി ഭവനത്തിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നത്. ശൂന്യംകാരത്തി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തത് വളരെ ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്തോടെയാണെന്ന് മനസ്സിലാക്കി പിന്നീട് ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെയായിരുന്നു കയറിയിരുന്നത്. ഇങ്ങനെ കൂടെ കൂടെ അവളുടെ ഭവനത്തിൽ പ്രവാചകൻ ആഹാരത്തിന് വരുമ്പോൾ പ്രവാചകനെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ മനസ്സിലാക്കുന്നു, ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ദൈവപുരുഷനാണ് എലീശ പ്രവാചകനെന്ന്. എലീശ പ്രവാചകൻ വിചാരിച്ചാൽ വളരെ ആഡംബരമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാമായിരുന്നു. കാരണം പ്രവാചകന് രാജാവിൻ്റെ അടുത്തും സേനാധിപതിയുടെ അടുത്തും വളരെ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം സ്വന്തം കാര്യ ലാഭത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നില്ല. വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. വളരെ ക്ഷീണിച്ചും വിശന്നുമാണ് എലീശ പ്രവാചകൻ ശൂന്യംകാരത്തിയുടെ ഭവനത്തിൽ എത്തിയിരുന്നതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുവാനൊന്നും എലീശ പ്രവാചകൻ അവിടെ തങ്ങുന്നില്ല. ആഹാരം കഴിക്കുന്നു, അവിടെ നിന്നും യാത്രയാകുന്നു. ശൂന്യംകാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പോലും മുഖാമുഖമായി സംസാരിക്കുന്നില്ല, ഗേഹസി മൂലമാണ് സംസാരിച്ചിരുന്നത്. ഇതെല്ലാം അവൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയും ഗ്രഹിച്ചതിന് ശേഷമാണ് അവൾ ഭർത്താവിനോട് ഇപ്രകാരം പറയുന്നത്: ഇതുവഴി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്രമിക്കുവാനായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടെ ഒരു മാളിക മുറി പണിതു കൊടുക്കാം എന്ന് പറയുന്നു. അവളുടെ ഭർത്താവ് സന്തോഷത്തോടെ എലീശ പ്രവാചകന് വേണ്ടി മാളിക മുറി തയ്യാറാക്കി കൊടുക്കുന്നു. കാരണം അവൾ എടുക്കുന്ന തീരുമാനം ശരിയായിട്ടുള്ളതാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ക്ഷീണിച്ചു വരുന്ന എലീശ പ്രവാചകനെ വിശ്രമിക്കുവാനായി ഒരു അറ ഒരുക്കി കൊടുത്തതിൽ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു. ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്താണ്? ഏത് നന്മ, ഏത് തിന്മ, ഏത് ശരി, ഏത് തെറ്റ്, ഏത് ഗുണം, ഏത് ദോഷമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്, അതായത് ഡിസേൺമെൻറ്റ്. ദൈവവചനത്തിൽ തിരിച്ചറിവിനെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പരീശന്മാരോടും സാദുക്യരോടും ഇപ്രകാരം പറയുന്നു: ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ എന്ന്. ദാവീദ് ഒന്ന് ദിനവൃത്താന്തം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ദാവീദ് ഹെബ്രോനിലായിരുന്നപ്പോൾ ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് വീരന്മാരായ യോദ്ധാക്കളൊക്കെയും ഹെബ്രോനിൽ ദാവീദിനോടുകൂടെ വന്നു ചേരുന്നു. 32-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ ഇസ്സാഖാർ ഗോത്രത്തിൽ നിന്നും 200 പേരും അവരുടെ സഹായികളും ദാവീദിനോടുകൂടെ ചേരുന്നു. അവർക്കുണ്ടായിരുന്ന വിശേഷത, അവർക്ക് കാലങ്ങളെ വിവേചിച്ചറിയുവാനുള്ള ആത്മാവുള്ളവരായിരുന്നു. അതായത് വിവേചിപ്പാനുള്ള വിവേകത്തിൻ്റെ ആത്മാവ് അവർക്കുണ്ടായിരുന്നു, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. അവരെ കാലജ്ഞന്മാരെന്ന് അറിഞ്ഞിരുന്നു. ഈ തിരിച്ചറിവിൻ്റെ ആത്മാവായിരിക്കാം ശൂന്യംകാരത്തിക്കും ലഭിച്ചിരുന്നത്. തിരിച്ചറിവിനെ കുറിച്ച് ഹീബ്രൂസ് 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്: വചനം ആഴമായി പഠിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അഭ്യസിപ്പിച്ച്, അതായത് അറിവ് വർദ്ധിപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പക്വതയോടെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ വളരണമെന്നാണ്.
അടുത്തതായി ഫിലിപ്പിയരുടെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയേണ്ടതിന് പരിജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. നമ്മൾ തിരിച്ചറിവ് ലഭിക്കാനായിട്ട് വചനം ആഴമായി പഠിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അറിവും വേണം. അപ്പോൾ ദൈവം നമ്മൾക്ക് വിവേകവും ജ്ഞാനവും വർദ്ധിപ്പിച്ചു തരും. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഗിബിയോനിൽ വെച്ച് ശലോമോന് രാത്രി സ്വപ്നത്തിൽ വെച്ച് യഹോവ പ്രത്യക്ഷനാകുന്നു. യഹോവ ശലോമോനോട്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് നൽകാം എന്ന് പറയുന്നു. അതിന് ശലോമോൻ യഹോവയോട്, ഞാൻ ബാലനല്ലോ, ഇത്രയും വലിയൊരു ജനത്തിന് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ന്യായപാലനം ചെയ്യേണ്ടതിന് വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് വളരെ സന്തോഷമായി. ശലോമോന് വിവേകമുള്ള ഒരു ഹൃദയം നൽകുന്നു. അതോടുകൂടെ സകല അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകുന്നു. നമ്മൾ തിരിച്ചറിവിനായി വചനം ആഴമായി പഠിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്. വചനം പഠിച്ച് ശോധന ചെയ്ത് നല്ലതിനെ നമ്മൾ മുറുകെ പിടിക്കണം, ദോഷമായതിനെ വിട്ടുകളയണം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ബെരോവയിലുള്ള സഹോദരന്മാർ വചനം കൈക്കൊണ്ടത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പഠിച്ച് ശോധന ചെയ്യുമായിരുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലുണ്ട്. അവരെ ശോധന ചെയ്ത് അവർ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണോ അതോ ലൗകികരാണോ എന്ന് തിരിച്ചറിയണം എന്ന് പറയുന്നു. നമ്മൾ ഗ്രഹിക്കണം, ഈ കാലഘട്ടത്തിലും അന്നത്തെ കാലഘട്ടത്തിലും കള്ളപ്രവാചകന്മാരും കള്ള ഉപദേശകന്മാരും കള്ളബോധകന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ കേൾക്കുന്നതൊക്കെയും വിശ്വസിക്കരുത്. വചനം പഠിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അവർ പറയുന്നത് ശരിയാണോ എന്ന് ശോധന ചെയ്ത് വേണം അവരെ വിശ്വസിക്കുവാൻ. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും എന്ന്. അതുകൊണ്ട് നമ്മൾ വചനം ആഴമായി പഠിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തിരിച്ചറിവുള്ളവരായി ജീവിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.